ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാൾക്ക് ശേഷം ഞാനൊരു ഫുൾ വ്ളോഗ് ഇടുന്നത്. കുറേയൊക്കെ മടിയാണ്, അതാണ് കാരണം. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വൈക്കത്തേക്ക് പോവാണ് കേട്ടോ. ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ കായംകുളത്ത് നിന്ന് ട്രെയിനാണ് കേട്ടോ പോകുന്നത് വൈക്കത്തേക്ക്. ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. നമ്മുടെ ട്രെയിനൊക്കെ അനൗൺസ് ചെയ്ത്, അപ്പം നമുക്ക് പ്ലാറ്റ്ഫോം 2-ലാണ് കേട്ടോ ട്രെയിൻ വരുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ എത്തി. നമ്മൾ ട്രെയിനിൽ കയറി. നമ്മൾ ലോക്കൽ കമ്പാർട്ട്മെൻ്റ് ആട്ടോ എടുത്തത്. നമുക്ക് ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വൈക്കം വരെ പോയാൽ മതിയല്ലോ. അപ്പം നമ്മൾ ട്രെയിനിൽ കയറി. എന്തായാലും സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അധികം തിരക്കുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ അപ്പുറമായിട്ട് സുഖമായിട്ട് കിടന്നൊക്കെയാണ് അങ്ങ് വരെ എത്തിയത്. നമ്മളങ്ങനെ വൈക്കത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നുള്ള വഴി നമ്മൾ കണ്ടുപിടിക്കണം. നമ്മളിവിടുന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കല്യാണ ചെറുക്കൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് താഴേക്ക് പോവാം. പ്ലാറ്റ്ഫോം 1-ലേക്കായിട്ട് നമ്മൾ പോയിട്ട് അവിടെയാണ് കേട്ടോ വരുന്നത്. ഇതിനൊരു ട്രെയിനിൽ തന്നെ കല്യാണത്തിന് പോകാൻ കൂടാനുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് ഇറങ്ങി. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ ആൾ വന്നിട്ട് നമ്മൾ കാറിൽ ഇപ്പം വീട്ടിലേക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ വീട്ടിലേക്കുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ചെന്ന് കയറിയപ്പോൾ തന്നെ ഈ ഒരു മെഡലും കാര്യങ്ങളും കുറേ ട്രോഫികളൊക്കെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഉമ്മ ഫുഡും കാര്യങ്ങളൊക്കെ തന്നിട്ട് നല്ല ചോറും മീൻകറിയും പരിപ്പ് കറിയൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ താമസിക്കാൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പം ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കേട്ടോ റൂം എടുത്തത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ ചെക്കിൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നീല ടീഷർട്ട് ഇട്ട് വരുന്നതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. അപ്പോൾ ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഉണ്ടെന്ന് പറഞ്ഞതപ്പം നമ്മുടെ റൂമിന് തൊട്ട് ബാക്കിലായിട്ടൊരു കായൽ പോലെ എന്ത് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയി കാണാമെന്ന് കരുതി കുറേ നേരം അവിടെ പോയി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടോ ചെക്ക് ഇൻ ചെയ്യുന്നത് വരെ. അപ്പോൾ ഇവരുടെ തന്നെ കുറേ റിസോർട്ടും കാര്യങ്ങളും അപ്പുറം ഓപ്പോസിറ്റായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. നേരെ ഒരു സൈഡിലൊക്കെ കുറേ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഈ കാണുന്നത് ഒരു റിസോർട്ടാണ്. അപ്പം അവിടെ നമുക്ക് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന ബ്ലാക്കും അതും ഒരു റിസോർട്ട് പോലെയാണ് കേട്ടോ. നമ്മളിത് കഴിഞ്ഞിട്ട് മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ടോ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അപ്പം ഇതെൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടാമെന്ന് വെച്ചത്. പിന്നെ അവിടെ നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലോട്ടാട്ടോ പോയത് മെഹന്തി ഫംഗ്ഷൻ കൂടാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നപ്പം ഓൾമോസ്റ്റ് എല്ലാവരും എൻ്റെ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു കളറൊക്കെ തന്നെയായിരുന്നു. അവിടെ ഫങ്ഷൻസ് ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ബ്രദേഴ്സൊക്കെ ചെക്കന് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, ഫാമിലീസൊക്കെ വന്ന് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നു. നല്ല റഷ് ടൈമായിരുന്നു കേട്ടോ അവിടെ ആ സമയത്ത്. ഞങ്ങൾക്കും സ്വീറ്റ്സൊക്കെ കൊടുക്കണമെന്നും കരുതി ഞങ്ങൾ മുന്നോട്ട് പോകാൻ നിന്നപ്പോഴത്തേക്കും പിന്നെ ഫുൾ ഫാമിലീസൊക്കെയാണ് ഞാൻ വെച്ച്. പിന്നെ അവരൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് സമാധാനത്തോടെ പോയിട്ട് ചെക്കന് മൈലാഞ്ചിക്ക് ഇട്ട് കൊടുക്കാമെന്നൊക്കെ കരുതി. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെക്കൻ്റെ വീട്ടിൽ കാണുന്നത്. മുസ്ലിംസ് ഗേൾസൊക്കെ നടത്തുന്നത് കണ്ടുകൊണ്ട് ചെക്കൻ്റെ വീട്ടിലത് ആദ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത്.
ചെറുക്കൻ്റെ അനിയനാണ് കേട്ടോ ആ പാട്ട് പാടിയത്. പുള്ളി നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. പുള്ളി പട്ടുറുമാൽ പ്രോഗ്രാമിൻ്റെ റണ്ണറപ്പ് കൂടെയായിരുന്നു കേട്ടോ. ആളൊരു ഡോക്ടറും കൂടെയാണ്. പിന്നെ ഫങ്ഷൻസൊക്കെ ഓൾമോസ്റ്റ് തീർന്നപ്പോഴത്തേക്കും ഫാമിലീസ് എല്ലാവരുടെ കൂട്ടം കൂടി ഇരുന്ന് അന്താക്ഷരി കാര്യങ്ങളൊക്കെ കളിക്കായിരുന്നു. കല്യാണ ചെറുക്കൻ ഫാമിലി ഫുൾ ആൾക്കാരും പാട്ട് മൂടിലായിരുന്നു. മഴവില്ലായി മായുകയോ കാരുണ്യം തീകൂട്ടി തകരുകയോ കരളിൻ്റെ മെഹന്തി ഫംഗ്ഷനൊക്കെ നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ വെഡ്ഡിങ് ഡേ ആണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി. ഇതിൻ്റെ വെഡ്ഡിങ്ങിൽ ഞാൻ റിസപ്ഷന് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. അന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് എനിക്കിതിന് ഇടാനുള്ള അവസരം കിട്ടിയത്. പുറയിൽ എൻ്റെ അനിയൻ തകർത്ത് കിടന്ന് ഒരുങ്ങുന്നുണ്ട്. നമുക്ക് രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുങ്ങി നേരെ ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചെക്കൻ്റെ വാപ്പ എല്ലാവരും റെഡിയായി സെറ്റായിരിപ്പുണ്ടായിരുന്നു. ഓൾ ഫാമിലി ഫുൾ സെറ്റായിരുന്നു കേട്ടോ. അവിടെ ഏകദേശം എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഏകദേശം ഒരു വൈറ്റ് തീമിലായിരുന്നു. ഇത് ചെക്കൻ്റെ അച്ഛൻ, അമ്മ, ചെക്കനൊക്കെ ഒരുങ്ങി സെറ്റായിരിപ്പുണ്ടായിരുന്നു. ക്യാമറാമാൻ ഈ സെയിം ക്യാമറാമാൻ ആയിരുന്നു കേട്ടോ എൻ്റെ കല്യാണത്തിനും. നമ്മുടെ വീണ്ടും ഒരു കണ്ടുമുട്ടലായിരുന്നു കുറേ നാൾക്ക് ശേഷം. അങ്ങനെ എല്ലാം റെഡിയായി. ചെക്കൻ ഇറങ്ങാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് അവരിറക്കി. ചെക്കൻ്റെ അനിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിടിച്ച് ഓരോ കാര്യങ്ങൾക്ക് നടക്കുന്നുണ്ട്. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വെളിയിൽ നിൽക്കുകയാണ്. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം തൃശ്ശൂർ വെച്ചിട്ടാണ് കല്യാണം ഉള്ളത്. വണ്ടിയിൽ ഫുൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഓണായിരുന്നു. കുറേ നാൾക്ക് ശേഷം ടൂറിസ്റ്റിൽ ട്രാവൽ ചെയ്യാട്ടോ. പണ്ട് ഓരോ കല്യാണത്തിനൊക്കെ പോകുന്നൊരു മെമ്മറീസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്ന് പാട്ട് കേട്ടപ്പോൾ തന്നെ വണ്ടി കിടന്ന് തുള്ളാനൊക്കെ തോന്നുമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ നമ്മൾ ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരിടത്ത് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ എല്ലാവരും. ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എവിടെ പിടിക്കണം? നല്ല ആവശ്യം ഉണ്ടായിരുന്നു. പട്ടിഷോ അല്ലടാ ഇതൊക്കെ. തൃശ്ശൂർ എത്തി. നമ്മൾ വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ കല്യാണ ചെക്കൻ്റെ വണ്ടിക്ക് എത്താൻ വേണ്ടിയിട്ട്. അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ വണ്ടിയൊക്കെ വന്ന് ചെക്കൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ തൊട്ട് സൈഡിലായിട്ട് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചേച്ചിമാരാട്ടോ അവിടെ ലൈവായിട്ട് അതെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ജ്യൂസ് അടിച്ച് ഗ്ലാസ്സിൽ ഒഴിക്കുക കേട്ടോ. ഗ്രേപ്സ്, ലെമൺ, വാട്ടർമെലൺ, പപ്പായ, പല ഫ്ലേവറിലുള്ളതുണ്ടായിരുന്നു. ആ ചെക്കൻ ഇറങ്ങി ചെക്കൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവിടെ. നമ്മളതെല്ലാം കണ്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം എപ്പോഴാണ് ചെക്കനൊന്ന് അകത്തേക്ക് കയറുക നോക്കിയിട്ട്. കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു ചെക്കൻ കയറാണ്ട് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ട് നമ്മൾ ചെക്കൻ കയറുന്നത് വരെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ചെക്കൻ നല്ല വെൽക്കം ഡാൻസാണ് കേട്ടോ അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. പട്ടുറുമാൽ ടീമിൻ്റെ ഒരു ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ.
ചെക്കൻ്റെ എൻട്രിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും മോൾ സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ചുറ്റിനും ഇരിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ചെറുക്കൻ പെണ്ണിൻ്റെ അച്ഛന് മഹർ കൈമാറുന്ന ചടങ്ങാട്ടോ നടക്കുന്നത്. ഒരു ബോക്സിൽ താലിമാലയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ചെക്കൻ പെണ്ണിൻ്റെ അച്ഛന് അത് കൈമാറുന്ന ചടങ്ങാട്ടോ. ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എനർജറ്റിക് ആയിട്ടാണ് രണ്ടുപേരും പാടുന്നുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇനി പെണ്ണിൻ്റെ എൻട്രിയും കാര്യങ്ങളുമാണ്. ഇനി അടുത്ത പെൺകുട്ടി വരുന്ന ചടങ്ങും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ചെക്കൻ പെണ്ണിനെ വെയിറ്റ് ചെയ്ത് പെണ്ണിനെ നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു സീനൊക്കെ ഞാൻ കുറേയൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരിട്ട് കണ്ടപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവം. നല്ല രസമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പെൺകുട്ടിയാണെങ്കിലും നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെക്കനും ഒട്ടും മോശമല്ലല്ലോ. ചെക്കൻ പൊളിയായിരുന്നു. പെണ്ണിൻ്റെ എൻട്രി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു ഡാൻസാണ് അവിടെ ഉണ്ടായിരുന്നത്. പട്ടുറുമാൽ ടീമിൻ്റെ തന്നെ ഒരു സൂഫി ഡാൻസ്. ആദ്യമായിട്ടാണ് കേട്ടോ സൂഫി ഡാൻസ് ഞാൻ നേരിട്ട് കാണുന്നത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കാണാൻ വേണ്ടിയിട്ട്. ഡാൻസ്
ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെക്കൻ്റെ വക എന്തോ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് അറബിക്കിലായിരുന്നു. എനിക്ക് എന്താണ് സംഭവം മനസ്സിലായില്ല. പിന്നെ പെണ്ണിന് മഹറിടുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നത്. നസീമിന് നാണം വരുന്നുണ്ടോ നസീമിന്? ഏകദേശം 3 മണി അടുപ്പിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ, കാരണം അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മന്തി റൈസും കുട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടുണ്ടായിരുന്നു. പിന്നെ മട്ടൻ ആണെന്ന് കരുതി, പക്ഷെ അവർ പറയുന്നത് കുട്ടൻ ബിരിയാണി എന്നാണ്, എന്താണെന്നറിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല രീതിയിൽ എല്ലാവർക്കും വിശപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ അടുത്ത പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോയി. അടുത്ത ഡാൻസും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. ഡാൻസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരുടെ കുറച്ച് ലൈറ്റ് വെച്ചിട്ടുള്ള എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ചെക്കനെയും പെണ്ണിനെയും ഇടയ്ക്ക് നിർത്തിയിട്ട് അങ്ങനെ കുറേ മൊത്തത്തിലെ പ്രോഗ്രാംസ് സൂപ്പറായിരുന്നു കേട്ടോ. പട്ടുറുമാൽ ടീമിൻസിൻ്റെ ഡാൻസ് ആണെങ്കിലും അവരുടെ മ്യൂസിക് ആണെങ്കിലും മൊത്തത്തിൽ സൂപ്പറായിരുന്നു. ആർക്കും അങ്ങനെ ബോറിംഗ് ഒന്നും തോന്നിയിട്ടില്ല. ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫുൾ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്